പുണ്യങ്ങളുടെ രാപ്പകലുകൾക്കൊടുവിൽ പ്രഭാത നമസ്കാരത്തിന് മുമ്പേ തന്നെ വിശ്വാസികളെല്ലാം പുത്തൻ വസ്ത്രവും അണിഞ്ഞ് ഈദ്ഗാഹുകളിലേക്ക് എത്തിത്തുടങ്ങിയിരുന്നു. സൂര്യോദയമാവുമ്പോഴേക്കും മിക്ക ഈദ്ഗാഹുകളും നിറഞ്ഞു. പിന്നീട് തക്ബീർ ധ്വനികൾ അന്തരീക്ഷത്തിലെങ്ങും നിറഞ്ഞു നിന്നു. ബഹുഭൂരിപക്ഷം വരുന്ന പ്രവാസി മലയാളികൾ പങ്കെടുത്ത ഈദ്ഗാഹായിരുന്നു ഷാർജയിൽ നടന്നത്. പണ്ഡിതൻ ഹുസൈൻ സലഫി നേതൃത്വം നൽകിയ ഈദ്ഗാഹിൽ മലയാളത്തിലുള്ള പെരുന്നാൾ സന്ദേശം ശ്രവിക്കുവാൻ നൂറുകണക്കിന് മലയാളികളാണ് എത്തിയത്. ഇസ്ലാം പ്രകൃതിയുടെ മതമാണ്, മനുഷ്യന്റെ എല്ലാ വാസനകളെയും തൊട്ടറിയുന്ന മതമാണ്. പിന്നീട് സന്തോഷം പങ്കുവെക്കുവാനുള്ള സമയം. ആലിംഗനം ചെയ്തും ഹസ്തദാനം ചെയ്തും വിശ്വാസികൾ പെരുന്നാളിനെ പങ്കുവെച്ചു. പലർക്കും പ്രവാസ ലോകത്തെ പെരുന്നാൾ വ്യത്യസ്തങ്ങളായ അനുഭവമാണ്. ഗൾഫിലാണ് പെരുന്നാളെ ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടാടാൻ പറ്റുന്നത്. നാട്ടിലാണ് ബന്ധുക്കളെല്ലാവരും ഉണ്ടാവുമല്ലോ. എല്ലാ സംഘടനയിൽപ്പെട്ട ആളുകളും ഒത്തുകൂടുന്ന ഒരു മഹത്തായ ഒരു സംഭവമായിട്ടാണ് കാണുന്നത്. കേരളത്തിലും ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഏറെ സന്തോഷിക്കുന്ന പ്രവാസി മലയാളികൾക്ക് ഉറ്റവർ കൂടെയില്ലെന്ന ഒരു പരിഭവം മാത്രമാണുള്ളത്. ഗൾഫ് ലോകത്തും ആയിരക്കണക്കിന് മലയാളികളാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഷാർജയിൽ ഈ പെരുന്നാൾ സന്തോഷങ്ങൾ പങ്കുവെക്കുന്ന പ്രവാസി സുഹൃത്തുക്കൾക്കൊപ്പം ഹാരിസ് അരിക്കുളം, മീഡിയ 1.